പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ കേക്കാണ്, ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റ് ആണ്. എത്രത്തോളം ടേസ്റ്റ് ആണോ അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും. പാചകമല്ല പാചകം. അപ്പോൾ നമുക്ക് അത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വളരെ സിമ്പിൾ ആണ്, ട്രൈ ചെയ്യാൻ മറക്കരുത്. അതിനു മുമ്പ് ഈ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് നമുക്ക് എങ്ങനെ കേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് 1.5 കപ്പ് മൈദ ഇത് അരിച്ചെടുക്കണം. 2-3 വട്ടം നമുക്ക് കേക്ക് തയ്യാറാക്കുന്നതിന് മുമ്പേ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഇട്ടിരിക്കുന്നത് 1.5 കപ്പ് മൈദ. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ. നമുക്കിനി ആവശ്യം ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1 പിഞ്ച് ഉപ്പ്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ ഈ ഇൻഗ്രീഡിയൻസ്, ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 3 വട്ടം അരിച്ചെടുക്കുന്നുണ്ട്. ഞാനന്നേരം 3 വട്ടം കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ പറയുന്നത് എന്തൊക്കെയാണെന്ന്. മൈദ ഞാൻ 1.5 കപ്പ് മൈദ, കൊക്കോ പൗഡർ 1/4 കപ്പ്, ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ, പിന്നെ 1 പിഞ്ച് ഉപ്പ്. ഇത്രയാണ് ഈ കൂട്ട്. ഇതൊരു 3 വട്ടം അരച്ച് ഞാൻ മാറ്റി ഇങ്ങോട്ട് വെക്കുവാണേ. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു സൺഫ്ലവർ ഓയിൽ, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് 1 കപ്പ് അളന്നെടുക്കുക. 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പഞ്ചസാര ഓയിലുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം റൂം ടെമ്പറേച്ചറിലുള്ള 1 കപ്പ് പാലാണ്. 1 കപ്പ് പാല് നമ്മളിനി ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യണം. അപ്പോൾ കുറേശ്ശെയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഇല്ലെങ്കിൽ ഈ 1 ടീസ്പൂൺ നാരങ്ങാനീര് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലൂടെ നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ ബാക്കിയിരിക്കുന്ന 1 കപ്പ് പാലിൻ്റെ ബാക്കിയിരിക്കുന്ന പാലൂടെ ഒഴിച്ചു കൊടുത്ത് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ 1 കപ്പ് പാലും ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പാലെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. ഈ സമയത്ത് നമ്മൾ 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. ഞാൻ ബ്രൂവിൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. 2 ടീസ്പൂൺ കോഫി പൗഡറിന് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണേ. ചെറിയ ചൂടുവെള്ളം, അതായത് ഒത്തിരി തിളച്ച ചൂടുവെള്ളം വേണ്ട, ചെറിയ ചൂടുവെള്ളം. ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറിയ
ചൂടുവെള്ളമാണ്. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഇതിലോട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതുകൂടെ ഞാൻ ഇതിലേക്ക് ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെച്ചത് കുറേശ്ശെയായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാടിട്ട് മിക്സ് ചെയ്യാൻ നിൽക്കണം. നമുക്കിനിയും ബാക്കി ഇരിക്കുന്നതൂടെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. നമ്മൾ കേക്ക് ബാറ്റർ ഒഴിക്കുന്നതിന് വേണ്ടി ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കേക്കിൻ്റെ ബാറ്റർ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടി ടാപ്പ് ചെയ്ത് കൊടുക്കും. ഞാൻ നേരത്തെ കേക്ക് നമുക്ക് ഇറക്കി വെക്കാനായിട്ട് പാത്രം നേരത്തെ ഞാൻ ചൂടാക്കാൻ ഇട്ടിരുന്നു. ഇനി നമുക്ക് അതിലേക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ ഞാൻ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അടച്ചു വെക്കാം. എയർ ഒന്നും പുറത്ത് പോകാതിരിക്കാൻ ഞാൻ ആ എയർ ഹോളിലോട്ട് കുറച്ച് പേപ്പർ തിരുകി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇനി ഒരു 45 മിനിറ്റ്, ഒരു 40 മിനിറ്റ് ആകുമ്പോൾ നോക്കണം വെന്തിട്ടുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ പിന്നെ നോക്കിയാൽ മതി. 40 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. കേക്ക് റെഡിയായിട്ട് കേക്ക് കണ്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. കണ്ട് പാത്രത്തിൽ നല്ല വിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് എടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ്, ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ കുറച്ച് പാലൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് അതാണ് ഞാൻ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യും. അതായത് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ഇത് ജിയ ഇനിയും ടേസ്റ്റ് ചെയ്യും. ഇനി ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഈ ചോക്ലേറ്റ് ഫ്ലേവർ അല്ലേ. അപ്പോൾ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് ചോക്ലേറ്റ് കേക്ക് എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് വളരെ ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇങ്ങനെ പറയണമെന്ന് അറിയത്തില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ലതെങ്കിൽ നല്ലതാണെന്ന് പറയണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ.